സമയബന്ധിതവും സുതാര്യവും സുഗമവുമായി സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൊല്ലത്തെ രജിസ്ട്രേഷൻ വകുപ്പ് ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ വരുമാന സ്രോതസ്സിൽ രണ്ടാം സ്ഥാനത്തുള്ള രജിസ്ട്രേഷൻ വകുപ്പിന്റെ കാര്യക്ഷമത ഉറപ്പാക്കാനും മെച്ചപ്പെടുത്താനുമായാണ് സബ് രജിസ്ട്രാർമാരുടെ യോഗം ചേർന്നത്. ഫയലുകൾ തീർപ്പാക്കുന്നതിൽ DIG, DR തലം മുതൽ താഴോട്ട് അതാത് അധികാരികൾ തീർപ്പ് കൽപ്പിക്കാവുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിന് അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. അണ്ടർ വാല്യുവേഷൻ കേസുകളിലെ വ്യവഹാരങ്ങൾ ഒഴിവാക്കുന്നതിനായി പ്രഖ്യാപിച്ച സെറ്റിൽമെന്റ് സ്കീമും കോമ്പൗണ്ടിംഗ് സ്കീമും അനുസരിച്ച് മാർച്ച് 31-നകം പരമാവധി കേസുകളിൽ തീർപ്പാക്കി അവസാനിപ്പിക്കാനും നിർദ്ദേശിച്ചു. പറഞ്ഞിട്ടുള്ള ഒരു ഔദ്യോഗികമായ ഒരു ആമുഖം നൽകണമെന്നാണ്. സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ മുഖ്യമായ ഒരു ഘടകമാണ് രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് അത് ഔദ്യോഗികമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്, നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്ന് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ സുപ്രധാനമായ അതിന് പ്രാധാന്യം കണക്കെടുത്തുകൊണ്ട് നിങ്ങളും ഞാൻ ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. അതിനാവശ്യമായതെല്ലാം നമ്മൾ പരസ്പരം ആലോചിച്ചും ചർച്ച ചെയ്തും ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതിന് വിലയിരുത്തി എന്തെല്ലാം ക്രമീകരണങ്ങൾ. അഴിമതി ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്തെല്ലാം സംവിധാനങ്ങളും സാങ്കേതികമായി, ഭൗതികമായി, മാനുഷികമായി എന്തെല്ലാം പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ, മെച്ചപ്പെടുത്താൻ. അതാണ് എല്ലാ ദിവസങ്ങളും നമ്മുടെ ജനം വിവിധ സേവനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ഓഫീസിലാണ് സബ് രജിസ്ട്രാർ ഓഫീസ്. സമീപിച്ചതും സുതാര്യവും സുഗമമായ പ്രവർത്തനങ്ങൾ സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ലക്ഷ്യമാക്കിയിട്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത്. ഫലപ്രദമായി പ്രവർത്തനം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. പൊതുജനങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ശ്രദ്ധയും ആവശ്യമായ പരിഗണനയും പ്രാധാന്യം നൽകി അതിന് പരിഹാരം കാണുക. നടപ്പു വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ജില്ലയിലെ പുരോഗതി, പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം, വാടക കെട്ടിടങ്ങൾക്ക് പകരം സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തൽ, ഫയലുകൾ തീർപ്പാക്കൽ, അണ്ടർ വാല്യുവേഷൻ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പുരോഗതി എന്നിവ സംബന്ധിച്ച അവലോകനം യോഗത്തിൽ നടത്തി. രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ്, ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ PK സാജൻകുമാർ, കൊല്ലം ജില്ലാ രജിസ്ട്രാർ MN കൃഷ്ണപ്രസാദ്, ജില്ലാ രജിസ്ട്രാർ TS ശോഭ, സബ് രജിസ്ട്രാർമാർ, ചിട്ടി ഓഡിറ്റർ, ചിട്ടി ഇൻസ്പെക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.